പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തയേശുവിൻ്റെ നാമത്തുള്ള വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാനും പരമാർത്ഥ മനസ്സോടെ കർത്താവിനെ സേവിപ്പാനും ഇന്ന് പകൽ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ ബൈബിൾ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിയപ്പെട്ട പുസ്തകം അഥവാ ശ്രദ്ധേയമായ പുസ്തകം ജോൺ ബെനിയൻ എന്ന ക്രിസ്തു ഭക്തൻ എഴുതിയ പരദേശി മോക്ഷയാത്ര, ദ പിൽഗ്രീംസ് പ്രോഗ്രസ് എന്ന പുസ്തകമാണെന്ന് നമുക്കറിവുണ്ട്. ആ അനുഗ്രഹീത പുസ്തകത്തിന് നിമിത്തമായി തീർന്ന ക്രിസ്തു ഭക്തനായ ജോൺ ബെനിയൻ ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ പുസ്തകമാണത്. അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് നയിച്ച സാഹചര്യം ഞാൻ അടുത്ത നാൾ വായിക്കുകയുണ്ടായി. അത് അനുവാചകരുടെ ശ്രദ്ധയിലേക്ക് ഒരു നിമിഷം കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. സാധാരണക്കാരായ ചില സ്ത്രീകൾ പരസ്പരം സംസാരിക്കുന്നത് കേട്ടു നിന്നത് മൂലമാണ് ജോൺ ബെനിയൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്. ഒരു ദിവസം 3 സ്ത്രീകൾ തൻ്റെ വീടിനടുത്ത് നിന്ന് അന്യോന്യം സംസാരിക്കുന്നത് ജോൺ ബെനിയൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെ യേശു ക്രിസ്തു എങ്ങനെയാണ് രക്ഷിച്ചതെന്നും അവരുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നൽകിയത് എങ്ങനെയാണെന്നും പരസ്പരം പങ്കുവയ്ക്കുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അവരുടെ സംഭാഷണം സത്യസന്ധവും ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതുമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ ദിവസം മുതൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, തുടർന്ന് യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനും കാരണമായി തീർന്നു. നമ്മുടെ സംഭാഷണങ്ങൾ ഈ നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നൽകുന്നതാണോ? അത് മറ്റുള്ളവരെ ആകർഷിക്കുന്നുണ്ടോ? വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു: യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. മലാക്കി പ്രവചനം 3:16. സാധാരണക്കാരായ ചില സ്ത്രീകളുടെ സംഭാഷണത്തിൽ അവർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞതിൻ്റെ സൗഭാഗ്യവും യേശുക്രിസ്തുവിൻ്റെ മഹത്വവും ഒക്കെ തമ്മിൽ സന്തോഷത്തോടെ ചർച്ച ചെയ്തത് ജോൺ ബെനിയൻ എന്ന അനുഗ്രഹീതനായ ഒരു ക്രിസ്തു ഭക്തനെ ആത്മീയ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ കാരണമായി തീർന്നു എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മൾ യേശുക്രിസ്തുവിനെക്കുറിച്ചും കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചും എപ്രകാരം ദർശിക്കുന്നു, എങ്ങനെ അനുഭവിക്കുന്നു, എങ്ങനെ കർത്താവിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നു എന്നുള്ളത് വളരെ പ്രസ്താവ്യമാണ്. ഇന്ന് പകൽ ഈ ഒരു ചിന്ത ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് എബ്രായലേഖനം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം സകലത്തെയും ഉണ്ടാക്കി. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. അനുഗ്രഹീതമായ ഈ വചനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. എബ്രായ ലേഖനകർത്താവ് ദൈവ വെളിപ്പാടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന വാക്ക്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാർ അരുളി ചെയ്തു. ഇപ്പോൾ ദൈവ വെളിപ്പാടിൻ്റെ ആദ്യത്തെ രേഖയാണ് അദ്ദേഹം ഇവിടെ കുറിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് ദൈവ അന്വേഷണ വഴിത്താരയിൽ ദൈവത്തിന് വേണ്ടി നിന്ന ആ പിതാക്കന്മാരുടെ ദൈവം പണ്ട് സംസാരിച്ചത് പ്രവാചകന്മാർ മുഖാന്തരമാണ്. അത് ഭാഗമായിട്ടും വിവിധമായിട്ടുമായിരുന്നു. സെഗ്മെന്റ് ബൈ സെഗ്മെന്റ്, പാർട്ട് ബൈ പാർട്ട് എന്ന് നമ്മൾ വായിക്കുന്നു. എല്ലാവർക്കും എല്ലാം വെളിപ്പെട്ടില്ല. വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചതുപോലെ അതാത് പ്രവാചകവര്യന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തേണ്ടുന്ന സത്യങ്ങൾ ഭാഗമായിട്ടും വിവിധമായിട്ടും അരുളി ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തു മുഖാന്തരം നമ്മോട് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവ വെളിപ്പാടിൻ്റെ പൂർണ്ണതയാണ് യേശുക്രിസ്തുവിൽ കാണുന്നത്. ഈ ഒരു വാക്യം ഇങ്ങനെ കുറിക്കുവാനുള്ള പ്രധാന കാരണം, എബ്രായ വിശ്വാസികൾ, കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ദൈവമക്കളെയാണ് യഹൂദ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ എബ്രായ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നത്. അവർ ഏറിയ നാൾ കർത്താവിന് വേണ്ടി നിന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായം വായിച്ചാൽ കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാണ്. അപ്പോൾ ദീർഘനാളുകളായി കർത്താവിനോട് നിൽക്കുകയും എന്നാൽ ഉപദ്രവങ്ങൾ, പീഡകൾ ഏറി വന്നപ്പോൾ
കഷ്ടതകൾ വർദ്ധിച്ചു വന്നപ്പോൾ ഒരുപക്ഷെങ്കിൽ ആത്മീയജീവിതത്തിൽ അവർ നേടിയെടുക്കും എന്ന് വിചാരിച്ച സൗഭാഗ്യങ്ങൾ ഒരുപക്ഷെങ്കിൽ അവർ ചിന്തിച്ച മാനുഷ്യ നിലയിൽ പൂർണ്ണത വരാതെ വന്നതുകൊണ്ടുമൊക്കെ പലരും യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോയി. ചിലരൊക്കെ വിശ്വാസത്തിൽ അടിപതറി നിൽക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ന്യൂനപക്ഷം കർത്താവിന്റെ വിശ്വസ്തയോട് നിന്നിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്ത സമൂഹത്തെ കണ്ടുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പരിശുദ്ധാത്മാവിൽ ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ലേവ്യ പുസ്തകവുമായി വളരെ അടുത്ത ബന്ധം എബ്രായ ലേഖനത്തിലുണ്ട്. പഴയ നിയമ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചന സൂക്തങ്ങൾ യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടു എന്നും, പഴയ നിയമത്തിൽ യഹൂദ ജനം ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രസക്തി കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നിവർത്തി യേശുക്രിസ്തുവിൽ സംഭവിച്ചതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മഹത്വം, സുപ്രിമസി, അത് ഉയർത്തിക്കാട്ടി ആടി ഒലിഞ്ഞു നിൽക്കുന്ന, പിന്മാറി നിൽക്കുന്ന ജനതയെ ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി അവരേറ്റുപറയുന്ന ക്രിസ്തീയ വിശ്വാസം സത്യമാണെന്നും അതിന് നിങ്ങൾ നോക്കേണ്ടതും പിൻഗമിക്കുകയും ചെയ്യേണ്ടതും യേശുക്രിസ്തുവാണെന്നും യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഇവിടെ എണ്ണിപ്പറയുന്ന മനോഹരമായൊരു ലേഖനമാണ്. 2-3 വാക്യങ്ങൾ തന്നെ യേശുവിൻ്റെ 7 മഹത്വപൂർണമായ സാഹചര്യം, അനുഭവത്തെക്കുറിച്ച് പറയുക. യേശുക്രിസ്തുവിനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ ദൈവ തേജസ്സിൻ്റെ പ്രഭയാണ്, തത്വത്തിൻ്റെ മുദ്രയാണ്, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ക്രൂശിൽ, അതിനുശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം മഹിമയിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്നുവരെയുള്ള യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ഏതൊരു കാലഘട്ടത്തിലും നമ്മുടെ കണ്ണുകൾ പതിപ്പിക്കേണ്ടത് യേശുക്രിസ്തുവിലാണ്. 3-ാം അധ്യായത്തിൽ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 12-ാം അധ്യായത്തിൽ നമുക്ക് സമാനമായ വാക്യം കാണാൻ കഴിയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. വളരെ പ്രസക്തമായ വചനങ്ങളാണ്. നമ്മുടെ കണ്ണുകൾ പതിക്കേണ്ടത് കർത്താവിലാണ്. 4-ാം അധ്യായത്തിലെയും 7-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ കൂടെ ഞാനിവിടെ വായിക്കട്ടെ. 4-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തു കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. 7-ാം അധ്യായത്തിൽ 26-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ. ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാം യേശുക്രിസ്തുവിൻ്റെ സുപ്രിമസി, മഹത്വപരമായ കാര്യം. യേശു ദൂതന്മാരെക്കാളും മോശയെക്കാളും അഹരോനേക്കാളും യോശുവയെക്കാളും യാഗങ്ങളെക്കാളും ദേവാലയത്തെക്കാളും വലിയവൻ എന്ന സത്യം ഈ ലേഖനത്തിലൂടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിലൂടെ യേശുക്രിസ്തുവിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുക. യേശുവാണ് നമ്മുടെ മോഡൽ. കർത്താവിനെ അനുധാവനം ചെയ്യുക. ലോകത്തെയും ലോകത്തിലുള്ള സൗഭാഗ്യങ്ങളെയും ഒരുപക്ഷെങ്കിൽ ക്രിസ്തു ഭക്തരെ പോലും നമ്മൾ അമിതമായി ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുകയില്ല എന്ന സത്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് യേശുക്രിസ്തുവിലാണ്. ക്രിസ്ത്യ സമൂഹത്തിൽ ന്യൂനതകൾ പലതും കാണാം, പക്ഷേ യേശുക്രിസ്തുവിൽ ന്യൂനതയില്ല. ലോകചരിത്രത്തിൽ മതങ്ങളെടുത്താൽ, ഇന്നുവരെ ഉണ്ടായ ഫിലോസഫീസ് എടുത്താൽ, തത്വചിന്തകളെടുത്താൽ, സിദ്ധാന്തങ്ങളെടുത്താൽ യേശുവിനോട് മാച്ച് ചെയ്യാൻ കഴിയുന്ന, തുല്യത പറയാനുള്ള ഒരു വ്യക്തിയെയും ഒരു സംവിധാനത്തെയും ഒരു ഉപദേശത്തെയും തത്വത്തെയും ഇന്നുവരെ ലോകം കണ്ടിട്ടില്ല. അത് നിസ്തർക്കമായൊരു കാര്യമാണ്. സർവത്തിനും മീതേ ഉന്നതനായ കർത്താവ് നമുക്ക് വേണ്ടി ഈ താണഭൂമിയിൽ വന്ന ക്രൂശിൽ പാപപരിഹാര ബലിമരണം വരിച്ചു. എബ്രായലേഖനം 10:18 ഇങ്ങനെ വായിക്കുന്നു: യേശുക്രിസ്തുവിന് ക്രൂശ് മരണം ഉള്ളിടത്തോളം ഇനി പാപങ്ങൾക്ക് വേണ്ടി വേറൊരു യാഗവും ആവശ്യമില്ല. അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുക്രിസ്തു ഇന്ന് പിതാവിൻ്റെ സന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥം അണയ്ക്കുന്നു. നമ്മെ കരുതുന്ന, സ്നേഹിക്കുന്ന, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ, ഉപദ്രവങ്ങൾ, കഷ്ടതകൾ, പരിശോധനകൾ,
വ്യത്യസ്തമായ അങ്ങനെയുള്ള അനുഭവങ്ങൾ, വിശ്വാസത്തിന് ന്യായം ചോദിക്കുന്ന സാഹചര്യങ്ങൾ, അവിടെല്ലാം നമുക്ക് തുണ നിൽക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഈ താണഭൂമിയിൽ മനുഷ്യനായി പിറന്ന് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മടങ്ങി വരുമെന്ന് പ്രത്യാശ നൽകി ഇന്ന് പിതാവിനടുക്കൽ നമുക്കൊണ്ട് മധ്യസ്ഥ ചെയ്യുന്ന യേശുവിൽ നമ്മുടെ ശ്രദ്ധ കൊടുക്കുക, ആ കർത്താവിനെ നോക്കി ജീവിക്കുക. അവിടെയാണ് പരിപൂർണതയുള്ളത്. ഇബ്രാഹിം 13:8 നാം ഇങ്ങനെ വായിക്കുന്നു: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. മാറുന്ന ലോകത്തിൽ മാറാത്തവൻ യേശു മാത്രമാണ്, തൻ്റെ വചനം മാത്രമാണ്. ലോകത്തിലെ രീതികൾക്കും സംസ്കാരത്തിനും മനുഷ്യൻ്റെ കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും ലോക സംഭവങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കും, ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാം. പക്ഷെ മാറാത്തത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും മാറാത്ത അനുഭവം തരുവാൻ കഴിയും. നിത്യതയുടെ ആ ദർശനം നമ്മുടെ ഹൃദയത്തിൽ പാകി ആ നിത്യതയുടെ ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഇന്ന് പകൽ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിൽ ജീവിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഏറ്റവും വലിയ മാതൃക യേശുവാണ്. യേശുവിൽ വിശ്വസിക്കാം, യേശുവിൽ നിലകൊള്ളാം. ഇബ്രാഹിം 11 അനേക ഭക്തന്മാരുടെ ജീവചരിത്രം പറയുന്ന വിശ്വാസവീരന്മാർ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ നന്നായി ഓടി, ഒരുപക്ഷെ നമ്മളെക്കാളും പരിശോധനയുടെയും കഷ്ടതയുടെയും പീഡയുടെയും കാലത്തൂടെ പോയി ആ തലമുറയിലെ വെല്ലുവിളികളെ നേരിട്ട് ദൈവത്തിൽ അവർ ജീവിതം പൂർത്തീകരിച്ചവരാണ്. സാക്ഷിയുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് 12 വായിക്കുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൽ ശ്രദ്ധ കൊടുത്ത് ജീവിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഏറ്റവും ഉന്നതനാണ്. ആ ദൈവം നമ്മുടെ മുമ്പിൽ തൻ്റെ പുത്രൻ നൽകിയത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യമാണ്. ആ കർത്താവിൽ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.